പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവായിട്ട് മമതയെ എതിർക്കുന്ന ഋതബ്രത ബാനർജി വന്നിരിക്കുന്നു. CPM-ന്റെ മുൻ നേതാവ് കൂടിയാണ് ഋതബ്രത ബാനർജി. ഋതബ്രത ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിനനുസരിച്ചും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരാളെന്ന ഒരു ഖ്യാതി അദ്ദേഹം നേടിത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ഖ്യാതിയാണോ അപഖ്യാതിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജിയാണ്. 34-ാമത്തെ വയസ്സിൽ രാജ്യസഭയിലെത്തിയ CPM-ന്റെ കരുത്തനായ നേതാവാണ്. ഒരേ സമയത്ത് തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും സീതാറാം യെച്ചൂരിയുടെയൊക്കെ അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനെതിരെ CPM-ൽ തന്നെ, കാരണം 2014-ലാണ് അദ്ദേഹത്തെ രാജ്യസഭയിൽ എത്തിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ തന്നെ CPM-ൽ അദ്ദേഹത്തിനെതിരെ എതിർപ്പ് വരുന്നു. SFIയുടെയൊക്കെ ദേശീയ പ്രസിഡന്റായി 5-6 വർഷം, ജനറൽ സെക്രട്ടറിയായിട്ട് 5-6 വർഷം പ്രവർത്തിച്ച് ഒരു ഗ്ലാമർ ബോയ് ആയിട്ട്, CPM-ന്റെ ഒരു ഗ്ലാമർ ബോയ് ആയിട്ട് വളർന്നു വന്നൊരു നേതാവായിരുന്നു ഋതബ്രത ബാനർജി. പക്ഷെ ഇപ്പം അന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പശ്ചിമ ബംഗാളിൽ തന്നെ പോലീസ് കേസ് വന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയി. അദ്ദേഹം കൗണ്ടർ പരാതി കൊടുത്തു. പെൺകുട്ടി തന്നിൽ നിന്ന് പണം പിടിച്ച് വാങ്ങി എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഒടുവിൽ വിദഗ്ധമായിട്ട് അദ്ദേഹം നേരെ TMCയിലേക്ക് എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. CPM നടപടിയെടുത്ത നേതാവ് നേരെ TMCയിൽ എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് 2020 വരെ അൺഅറ്റാച്ച്ഡ് മെമ്പറായിട്ട്, 2017-ലാണ് CPM അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത്. 2020 വരെ അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് വന്നു. പിന്നെ ഔദ്യോഗികമായിട്ട് TMCയിൽ ചേർന്നു. TMCയുടെ തൊഴിലാളി വിഭാഗത്തിൻ്റെ INTUC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ബംഗാളിലെ പ്രസിഡൻ്റായിട്ട് മാറി. ആ രീതിയിൽ പിന്നീട് അദ്ദേഹത്തെ കുറച്ചു കാലം കൂടി മറ്റൊരാളുടെ ഒഴിവിൽ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ നിയമസഭയിലേക്ക് അയച്ചു. ഇപ്പോൾ നടക്കുന്ന വിഷയം എന്താണ്? ഇപ്പോൾ നടക്കുന്ന വിഷയം, ഋതബ്രത ബാനർജി പറയുന്നത് മമതാ ബാനർജിയെ ഞങ്ങളൊരു ഉപദേശകയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മമതയാണ് ഞങ്ങളുടെ ഉപദേശക. പക്ഷേ അവരുടെ മുഴുവൻ പോരാട്ടവും അഭിഷേക് ബാനർജിക്കെതിരായിട്ടാണ്. മമതയുടെ കൂടെ തുടക്കം മുതലുണ്ടായിരുന്ന പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ ഋതബ്രത ബാനർജിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ അവർ മമതയ്ക്കെതിരാണ്, അല്ലെങ്കിൽ മമതയേക്കാൾ കൂടുതൽ അവർ അഭിഷേക് ബാനർജിക്കെതിരാണ്. പലരും മമതയുടെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. കക്കോളി ഘോഷ്, അസ്ഥിദാർ, സുഖേന്ദ്രു തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ, അവരൊക്കെ തന്നെ മമതയുടെ തുടക്കം മുതലുണ്ടായിരുന്ന നേതാക്കന്മാരാണ്. അവർ അഭിഷേക് ബാനർജിക്കെതിരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഋതബ്രത ബാനർജിയെ പിന്തുണച്ചിരുന്നത്. അതേസമയത്ത് മറ്റു ചില നേതാക്കന്മാരുണ്ട്, അവർ അഭിഷേക് ബാനർജിയോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും മമതയാണ് നിങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന ആളുകളും കൂടി മമത ക്യാമ്പിലുണ്ട്. ഇപ്പോഴത്തെ ഋതബ്രത ബാനർജിയുടെ 58 പേരുള്ള ക്യാമ്പിലുണ്ട് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ചില നേതാക്കന്മാർ മമതയെ ഒഴിവാക്കരുത്, മമതയാണ് ഏറ്റവും പ്രമുഖമായ നേതാവ്, അതേസമയത്ത് അഭിഷേക് ബാനർജി വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മമത അഭിഷേക് ബാനർജിയെ തള്ളി ഇവരുടെ കൂടെ നിൽക്കുമോ, അല്ലെ ഇവരെയും കൂടി ഒഴിവാക്കിക്കൊണ്ട് അഭിഷേക് ബാനർജിയും കൂട്ടി മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ തൻ്റെ പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒരു വിഷയം. ഇപ്പം വിമതരെ സംബന്ധിച്ചിടത്തോളം, കാരണം അവരെ വിമതർ എന്ന് പറയാൻ കാര്യം ഈ രണ്ടുപേരെ, അതായത് ഋതബ്രത ബാനർജിയെയും മറ്റൊരാളെയും പുറത്താക്കിയതാണ് പാർട്ടിയിൽ നിന്ന്. അവരാണ് ശോഭൻദേവ് ചാറ്റർജിയെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിനെതിരെ, കാരണം അവർക്ക് വേണ്ടി കൊടുത്ത MLA-മാരുടെ ഒപ്പിൽ വ്യാജ ഒപ്പാണെന്ന് ആരോപിച്ചുകൊണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റ് പരാതി നൽകിയത്. ഈ അടിസ്ഥാനത്തിലാണ് ഋതബ്രത ബാനർജിയൊക്കെ പാർട്ടി നടപടിയെടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഋതബ്രത ബാനർജി അനുകൂലിക്കുന്ന ആളുകളിലും മമത അനുകൂലികളുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊരു ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് മമത മുന്നോട്ട് പോകുമോ, അല്ല പൂർണ്ണമായിട്ടും അഭിഷേക് ബാനർജിയുടെ കൂടെ നിന്നിട്ട് ഈ പാർട്ടിയെ മുഴുവൻ തള്ളിപ്പറയുമോ എന്നുള്ള രീതിയിലേക്ക് നമുക്കിപ്പോഴും മനസ്സിലായിട്ട്, ഏതായാലും ഇത് BJPയുടെ ഒരു ഓപ്പറേഷനാണ് എന്നുള്ളൊരു ചർച്ച വ്യാപകമായിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഋതബ്രത ബാനർജിയാണ്. കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ലെനിനെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കാരണം ലെനിനൊക്കെ എന്താ ചെയ്തത്, ലെനിൻ പ്രതിപക്ഷത്തെ ശരിക്കും നമ്മൾ കൂടി നയിക്കുക. അപ്പോൾ പ്രതിപക്ഷത്തെ അങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. പ്രതിപക്ഷത്തെ നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ പ്രതിപക്ഷത്തെ നമ്മൾ നയിക്കണം. അപ്പം പ്രതിപക്ഷത്ത് നമ്മുടെ ആൾ വരണം. ആ ഒരു സ്ട്രാറ്റജി ഋതബ്രത ബാനർജിയിലൂടെ BJP നടപ്പിലാക്കുകയാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ മമതാ ബാനർജിയെ പറഞ്ഞത് ലെനിൻ്റെ മാസ് പൊളിറ്റിക്സ്, ലെനിൻ എങ്ങനെയാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെയാണ് സംഘടിപ്പിച്ചത്, അത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് മമതാ ബാനർജിയിലൂടെയാണ്. കാരണം അദ്ദേഹം TMCയിൽ വന്ന സമയത്ത് മമതാ ബാനർജി അത്രയും വലിയൊരു മാസ് ലീഡറായിട്ട് കണ്ടു. അപ്പോൾ ലെനിൻ എങ്ങനെയാണ് ബഹുജന സംഘാടനം നടത്തേണ്ടത്, അത് ലെനിൻ പറഞ്ഞു തന്ന
ശൈലി പ്രാവർത്തികമാക്കിയ ആളാണ് മമതാ ബാനർജി എന്ന് വരെ പറഞ്ഞ ആളാണ് ഋതബ്രത ബാനർജി. ഇപ്പോൾ ഒന്ന് അദ്ദേഹം മമതയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു റിമോട്ട് കൺട്രോൾ ആണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. 58 MLA-മാരുണ്ടെങ്കിലും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് BJP ആണെന്ന് പ്രതിപക്ഷത്തെ പലരും ആരോപിക്കുന്നു. സഞ്ജയ് സിംഗിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് BJP എല്ലാ സംസ്ഥാനത്തും അതാത് സ്ഥലത്തെ പ്രതിപക്ഷങ്ങളെ ഛിന്ന ഭിന്നമാക്കി. ശിവസേനയെ തകർത്തു, NCPയെ തകർത്തു, അങ്ങനെ ഓരോ സംസ്ഥാനത്തും ആം ആദ്മി പാർട്ടിയെ തകർത്തു. അതുപോലെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും തകർക്കുകയാണ് എന്നാണ് സഞ്ജയ് സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ ആരോപിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ ഒരുപക്ഷെ അത് നടപ്പിലാക്കുന്ന സമയത്ത് BJPക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാകുമെങ്കിൽ പോലും എതിരാളികൾക്ക് വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കാൻ കഴിയും. പ്രത്യേകിച്ച് ബംഗ്ലാദേശികളെ പുറത്താക്കുന്ന കാര്യത്തിലാണെങ്കിലും വെള്ളിയാഴ്ച പൊതുസ്ഥലത്ത്, അതായത് പള്ളികൾക്ക് പൊതുസ്ഥലത്ത് നിസ്കാരം നടന്ന കാര്യത്തിലാണെങ്കിൽ ഇതിനെയൊക്കെ BJP എതിർത്തിരുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മതപരമായി കൊടുക്കാൻ പാടില്ലാത്ത സംവരണം, ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കേണ്ട സംവരണം മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുത്തി അതിനെ BJP ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും മമതാ ബാനർജി ഉണ്ടെങ്കിൽ അതിശക്തമായ പ്രതിപക്ഷമാവാൻ കഴിയും. ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് പൊതുസ്ഥലങ്ങളൊക്കെ TMCയും മറ്റു പലരും കയ്യേറിയിട്ടുണ്ട്. അതിനെയൊക്കെ ഒഴിപ്പിക്കാനുള്ള ശ്രമം BJP നടത്തും. ആ സമയത്തൊക്കെ അതിശക്തമായിട്ടുള്ള എതിർപ്പുമായിട്ട് മമതാ ബാനർജി ഉണ്ടെങ്കിൽ വരാൻ കഴിയും. അപ്പം അങ്ങനെയൊരു പ്രതിപക്ഷം ഐക്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ തന്നെ BJP മാനേജ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പല മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള നേരത്തെ സൂചിപ്പിച്ച ആം ആദ്മി പാർട്ടിയെ നേതാവ് സഞ്ജയ് സിംഗിനെ പോലുള്ള പലരും ആരോപിക്കുന്നത് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്നാണ്. അതേസമയത്ത് BJP നേതാക്കന്മാരെ പറയുന്നത് തങ്ങൾക്ക് ഒരു TMC നേതാവിനെ ഞങ്ങൾ BJPയിൽ എടുക്കില്ല, TMC നേതാക്കളെ കൊണ്ട് BJP വളർത്തേണ്ട കാര്യമില്ല, BJPക്ക് BJPയുടേതായ ശക്തിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പോലും പ്രതിപക്ഷത്തൊരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഈ ഒരു സമയത്ത് കുറച്ചുകൂടി 58 MLA-മാരിൽ ചിലരെയെങ്കിലും സ്വാധീനിച്ച് തൻ്റെ നേതൃത്വം അംഗീകരിപ്പിക്കാൻ കഴിയുമോ എന്ന ശ്രമമായിരിക്കും ഒരുപക്ഷെ മമതാ ബാനർജി നടത്തുന്നത്. മമതാ ബാനർജിയുടെ മുമ്പിൽ 2 ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അഭിഷേക് ബാനർജിയെ തള്ളിപ്പറഞ്ഞ് ഈ ഋതബ്രത ബാനർജിയുടെ ആ ഗ്രൂപ്പിലേക്ക് പോവുക, അതായത് പാർട്ടിയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുക. പക്ഷേ പൂർണ്ണമായിട്ടും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കില്ല. അവരുടെ ഏറ്റവും അഴിമതിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഐപാക്ക് പോലെയുള്ള സംഘടന കൊണ്ട് എങ്ങനെയാണോ ഒരു പാർട്ടി സംഘടിപ്പിച്ചത് അതിനെ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറ്റുകയായിരുന്നു അഭിഷേക് ബാനർജി ഐപാക്ക് എന്ന സംഘടനയിലൂടെയൊക്കെ ചെയ്തത്. അവിടെ പ്രവർത്തകർക്കല്ല, അതൊരു കോർപ്പറേറ്റ് സെൻട്രലൈസ്ഡ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷനാണ് അവർ നടത്തിയിരുന്നത്. അങ്ങനെയൊക്കെ നടത്തിയ മുഴുവൻ കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പഴയ മമതയായിട്ട് ഇവരുടെ കൂടെ നിൽക്കുക. അതല്ലെങ്കിൽ അഭിഷേക് ബാനർജിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ ആളുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജനങ്ങൾ എൻ്റെ കൂടെയാണെന്ന് തെളിയിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്തുക. ഇത് രണ്ട് പോംവഴി മാത്രമേ മമതാ ബാനർജിക്കുള്ളൂ. പക്ഷേ മമതയുടെ കാര്യങ്ങൾ അത്ര സുഖത്തിലല്ല. അഭിഷേക് ബാനർജി എന്നും ഏത് നിമിഷവും ജയിലിലാകാം. അദ്ദേഹത്തെ കുരുക്കാൻ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും അഴിമതിയൊക്കെ നടത്തിയിരിക്കുന്ന ആളാണ്. ഒരുപാട് വെട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം പലതിലും കട്ട്മണി ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട്മണി ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കട്ട്മണി എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി അഴിമതി കേസുകൾ ഒക്കെ ഉണ്ട്. പലരും ഈ അഴിമതിയൊക്കെ നടത്തിയ ആളുകളൊക്കെ തന്നെ ഇപ്പം മമതയുടെ ക്യാമ്പ് വിടുകയാണ്. മമതയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു കൽക്കട്ട കോർപ്പറേഷൻ മേയർ, അദ്ദേഹമൊക്കെ തന്നെ പാർട്ടി വിട്ടു. അതേപോലെ തന്നെ ചിലപ്പോൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. പക്ഷെ അവിടെയും പല പാർട്ടികളും ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തെ സംഘടിപ്പിക്കാൻ പറ്റുന്ന പല പാർട്ടികളുണ്ട്. അവരിലേക്കൊക്കെ ഈ തൃണമൂലിലേക്ക് വന്ന ആളുകളൊക്കെ തന്നെ അങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമാണ് അവർ നേരിടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സംസ്ഥാനത്ത് കൂടി ഭരണം പിടിച്ചെടുക്കുക മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷത്തെ വരെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കിയതിലൂടെ മനസ്സിലാവുന്നത്. ഇപ്പോഴും പല MLA-മാരും ഈ ഋതബ്രത ബാനർജിയുടെ കൂട്ടത്തിലുള്ള പല MLA-മാരും BJP നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.